പറയടേ. സ്വപ്നായിരുന്നു. അവൻ വന്നു എന്നുള്ളത് സത്യ, പക്ഷെ ബാക്കിയെല്ലാം സ്വപ്നമായിരുന്നു. എങ്കിൽ പിന്നെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് സ്വപ്നം കണ്ടുകൂടായിരുന്നോടി. വെറുതെ ആശിപ്പിച്ചു. നീ അവനെ സ്വപ്നത്തിലല്ലേ കണ്ടേ? ഞാൻ ഇയാളെ നേരിട്ട് കാണാൻ പോവാ. ഓ, നിന്റെ ആള് വന്നപ്പോ എന്നെ വേണ്ടതായില്ലേ? ചെല് ചെല്. സംസാരം എന്താ ഗുണ്ടയുടെ ഒരു ഗമ. എന്നെ കാണാൻ വേണ്ടിട്ടല്ലേ ഇയാൾ ഇന്നലെ വന്നത്? മിസ്റ്റർ, ഇത് എന്നതാടാ? ഞാൻ എങ്ങോട്ടാ പോണ്ടത്? നീ നിന്റെ കൂട്ടുകാരിക്ക് ബോഡി ഗാർഡായിട്ട് വന്നതല്ലേ? ആ ഡ്യൂട്ടി കൃത്യമായിട്ട് അങ്ങ് ചെയ്താൽ മതി. മനസ്സിലായോ? ഇയാളൊരു ഗുണ്ടയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എത്ര വലിയ ഗുണ്ടയാണെങ്കിലും ഒരു പെൺകുട്ടിയോട് കുറച്ചൊക്കെ മര്യാദയിൽ സംസാരിച്ചൂടെ? ഈ ഗുണ്ടായിസൊക്കെ നിർത്തി വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? പോടി അവിടുന്ന്. ഒന്ന് താഴ്ന്നു തന്നോന്ന് വെച്ച് തലേക്കറി നിരങ്ങല്ലേ? പുലി ഷാറുഖിനെ കൊണ്ടുപോകുന്നില്ലേ? ജീവനി കൊതിയുണ്ടെങ്കിൽ അവനങ്ങ് വന്നോളും. ഇല്ലെങ്കിൽ അവന്റെ ഡെഡ് ബോഡി പാർസൽ അയച്ചാൽ മതി. നിന്നെ നന്നാക്കി എടുക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഷാറൂഖിനെ കാണുന്നില്ലല്ലോടി. ഇന്ന് വന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലും. ഇന്ന് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ വീട്ടുകാർ കണ്ടുപിടിച്ച് ചെറുക്കന് താലി കെട്ടാൻ ഞാൻ തലകുടിച്ച് കൊടുക്കേണ്ടി വരും. നിന്റെ പുലിക്കുട്ടിയും കൂടെ ഉണ്ടല്ലോ. നീ വാ. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. അമ്പലത്തിൽ വരുമ്പോഴെങ്കിലും ഈ വേഷം ഒഴിവാക്കി കൂടെ? ഇതിനെന്താണ് കുഴപ്പം? ഓ പിന്നെ ഇതൊന്നും ഇവിടെ പറ്റില്ല. അച്ഛന്റെ വിശ്വപ്നം. സരസ്വതിയോ? ഞാൻ ആ രാഘവമാഷിന്റെ വീട് വരെ പോയിട്ട് വരുവാ. ഏട്ടൻ അറിഞ്ഞില്ലേ? അറിയാഞ്ഞിട്ടല്ല, അടുപ്പമുള്ളവർ മരിച്ചു കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. കഴിഞ്ഞ ആഴ്ച കൂടി കണ്ടു കുറെ സംസാരിച്ചതാണ്. നെഞ്ചുവേദനയായിരുന്നു അത്രേ. മനുഷ്യന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ. 2 പെൺകുട്ടികളുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. അത് ഓർക്കുമ്പോഴാ സങ്കടം. ആ, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്താ ഏട്ടാ? നമുക്ക് വയസ്സായി വരികയല്ലേ, വെച്ച് നീട്ടാതെ കവിതയും വിശ്വനും തമ്മിലുള്ള കല്യാണം നടന്നു. അതിപ്പോ കവിതയുടെ കോഴ്സ് കഴിയാതെ എങ്ങനാ? ആ, കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ. എങ്കിൽ ഭഗവതിക്കാവിലെ ഉത്സവം കഴിഞ്ഞിട്ട് നടത്താം അല്ലേ ഏട്ടാ? മരുത്വാമലയെടുത്ത് പറന്നുപോയതുപോലെ ഏതോ ഒരുത്തം വന്ന് മോളെ കൊത്തിക്കൊണ്ടുപോകും. അമ്മേ, ആശാനെ,
ഈ ജീൻസ് ഒഴിവാക്കി വല്ല ബെർമൂടയോ കോണോ ഒക്കെ ആക്കിയിരുന്നെങ്കിൽ ഈ ചന്തുവിന് തുണി തരാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. അയ്യോ, ഇത് ഇട്ടം നടക്കുന്നവനെ സമ്മതിക്കണം. അമ്മേ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? കഴിഞ്ഞതൊക്കെ ഒന്ന് ഓർത്തു നോക്കിയേ. മറ്റൊരാളെ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ പഠിക്കാനാണ് നീ കോളേജിൽ പോകുന്നത്? പുലി, ഇത് തമാശ പറയാനുള്ള നേരമല്ല. അച്ഛൻ എന്റെ കല്യാണം തീരുമാനിച്ചു. ക്ഷണിച്ചാ സദ്യ ഉണ്ണാൻ ഞാനും വരാം. എനിക്ക് നിന്നെ ഇഷ്ടം. നീ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും. ഉറപ്പാ. ഭ്രാന്ത് പറയാതെ അച്ഛൻ പറയുന്ന ചെക്കനെ കിട്ടി സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കടി. ഇതിന്റെ അർത്ഥം നിനക്കറിയാം. ഒരാഴ്ച കഴിഞ്ഞ എന്റെ വിവാഹം. അതിനു മുൻപ് നീ വന്ന് എന്നെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഭഗവതി കാവിലെ അമ്മയാണ് സത്യം. നീ എന്നെ ജീവനോട് കാണില്ല. ഈ പെണ്ണിന് വട്ടല്ല, ബുദ്ധിയ, അതിബുദ്ധി. ആശാനെ, ആ പെങ്കൊച്ച് സീമന്തരയില ആശാനെ കൊണ്ട് സിന്ദൂരം തെളിപ്പിച്ചത്. അവൾ ആശാന്റെ ഭാര്യയായി. സിന്ദൂരും അണ്ണം കട്ട. ശിവേട്ട, അവരിങ്ങ് എത്താറായി. അമ്പലത്തിൽ പോയിട്ട് കവിത ഇതുവരെ വന്നില്ലല്ലോ. നീ വരുമെന്ന് കരുതി രാത്രി മുഴുവൻ ഞാൻ കാത്തിരുന്നു. നിന്നെ കാണാത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. നീ വന്നെന്ന് കരുതി ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടോ? എടാ, കവിത നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നിരിക്കുന്നത്. നീ ആയിട്ടിന് പറ്റില്ല എന്ന് പറയരുത്. നീ ധൈര്യമായിട്ടും കൊണ്ടുപോയിക്കോടാ. എന്നിട്ട് ഇവളുടെ കഴുത്തിൽ ഒരു താലിയും കെട്ടി നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുക. അതിനുള്ള ധൈര്യം നിനക്കുണ്ടല്ലോ. പിന്നെ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടാവും. ഇവരുടെ കാര്യം ഓക്കെ. അനുവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ കല്യാണം ഒരുമിച്ച് നടത്തായിരുന്നു.